അഭിമന്യ ആർച്ച് ബിഷപ്പ് തോമസ് ജേനറ്റോ, ആദരണീയരായ മോൺസിഞ്ഞോർമാരെ, സ്നേഹ ബഹുമാനമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഉയർപ്പിൻ്റെ സന്തോഷം പങ്കിടുന്ന നാളുകളിലാണല്ലോ നാം. ഈ വേളയിൽ നമ്മുടെ 9 സഹോദരങ്ങൾ വൈദിക പട്ടം സ്വീകരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും കൂടുതൽ ആഹ്ലാദം പകരുന്നു. ഇന്ന് വൈദിക പട്ടം സ്വീകരിക്കുന്ന ഈ 9 സഹോദരങ്ങൾക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഞാൻ അനുമോദനങ്ങൾ നേരുന്നു, പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യുന്നു. അതിരൂപതയുടെ വൈദിക കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ഓതുകയും ചെയ്യുന്നു. ഇവർക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും സഹോദരീ സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, വൈദിക പരിശീലന വേളയിൽ ഇവരെ അനുധാവനം ചെയ്ത എല്ലാ വൈദികരെയും, ഓരോ സെമിനാരിയുടെയും റെക്ടർ അച്ഛന്മാരെയും നന്ദിയോടെ ഈ വേളയിൽ സ്മരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഉയർപ്പ് ദിനങ്ങളോടനുബന്ധിച്ചുള്ള വായനകളാണല്ലോ ഈ ദിവസങ്ങളിൽ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അടിസ്ഥാനപരമായി ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട സവിശേഷത എന്താണ് എന്ന് ഈ വിചിന്തനങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ എന്താണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ ഒരുവനെ യോഗ്യനാക്കുന്നത് എന്ന ഒരേ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉത്ഥിതനായ യേശുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടൽ ആണ് ക്രിസ്തു ശിഷ്യന്മാരുടെ അടിസ്ഥാന യോഗ്യതയെന്ന് നമ്മുടെ ഈ ദിവസങ്ങളിലെ വായനകൾ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ വ്യക്തിപരമായ കണ്ടുമുട്ടൽ ആണ് ഒരാളെ അനുഭവത്തിലേക്കും ആത്മബന്ധത്തിലേക്കും നയിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വളരെ സമ്യക്കായി അത് ഇങ്ങനെ പറയും: വൺ ഷുഡ് ബി ഗ്രിപ്ഡ് ബൈ ക്രൈസ്റ്റ്. ദൈവ സ്നേഹത്താൽ ഒരുവൻ ആശ്ലേഷിക്കപ്പെടണം. With your intelligence you may speak well, but only the sharing of experience will touch the hearts of the people. ബുദ്ധി കൊണ്ട് നന്നായി സംസാരിക്കാമായിരിക്കാം, എന്നാൽ മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കണമെങ്കിൽ ക്രിസ്തു അനുഭവം, അവനുമായുള്ള വ്യക്തിബന്ധത്തിനെ കഴിയൂ. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നത് ജോൺ മരിയ വിയാനിയാണ്. അദ്ദേഹം പൗരോഹിത്യത്തെ ഇപ്രകാരമാണ് സമ്യക്കായി വ്യാഖ്യാനിക്കുന്നത്: യേശുവിനോടുള്ള ഹൃദയ ഐക്യമാണ്, സ്നേഹമാണ് പൗരോഹിത്യം. അവൻ്റെ തിരുഹൃദയത്തോടുള്ള തുറവിയാണ് പൗരോഹിത്യം എന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മൾ പത്രോസ് അപ്പോസ്തലനോട് മുടന്തനായ മനുഷ്യൻ ഭിക്ഷയാചിക്കുന്ന രംഗം ഈ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ടു. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആ മനുഷ്യനോട് പത്രോസ് പറയുന്നത് ഇതാണ്: വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു.
അവൻ ചാടി എഴുന്നേറ്റ് നടന്നു എന്നാണ് നാം വായിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, അതെ, യേശുവിലേക്ക് മനുഷ്യരെ നയിക്കുകയാണ് പൗരോഹിത്യത്തിൻ്റെ അന്തസ്സത്ത എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വചനങ്ങൾ. എമ്മാവൂസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരുടെ അനുഭവം നമുക്കേവർക്കും സുപരിചിതമാണ്. ഭയത്തോടെ, അസ്വസ്ഥതയോടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. നിരാശയുടെ വക്കിലാണ്ട് നിന്ന ആ ശിഷ്യർ യേശുവിനെ കണ്ടുമുട്ടി, യേശുവിനെ അനുഭവിക്കുന്നു. ഈ യേശു അനുഭവം അവരെ സാക്ഷ്യത്തിനായിട്ട് യഥാർത്ഥത്തിൽ പ്രചോദനം നൽകുന്നു. എനിക്ക് തോന്നുന്നത് അവിടെ ഈ ശിഷ്യർ യേശു എന്ന് തിരിച്ചറിയാതെ തന്നെ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിതാണ്, ഞങ്ങളോടുകൂടെ താമസിക്കുക. എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു പ്രാർത്ഥനയാണ്, ഞങ്ങളോട് കൂടെ താമസിക്കുക. ഇത് പൗരോഹിത്യ ജീവിതത്തിൽ എല്ലാവർക്കും അനുകരണീയമായ ഒരു പ്രാർത്ഥനയായി എനിക്ക് അനുഭവപ്പെടുന്നു. നാം അവനോട് കൂടെ വസിക്കണം. അങ്ങനെ വസിക്കുമ്പോൾ അവൻ നമുക്കെല്ലാം വെളിപ്പെടുത്തി തരും. നമ്മുടെ ഹൃദയങ്ങളെയും അവൻ ജ്വലിപ്പിക്കും. ഈ കണ്ടുമുട്ടലും വ്യക്തിപരമായ അനുഭവവുമാണ് നമ്മെ സാക്ഷ്യത്തിനും ശുശ്രൂഷയ്ക്കും സജ്ജരാക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ ധർമ്മങ്ങൾ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. ദൈവജനത്തെ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ഇവ മാനുഷിക കഴിവുകൾ കൊണ്ട് സാധ്യമല്ല. അവനോടൊപ്പം വസിച്ച് ദൈവാത്മാവാൽ നയിക്കപ്പെടുമ്പോൾ സാധ്യമാകുന്നതാണ് ഈ ശുശ്രൂഷ. പുരോഹിതൻ, നമ്മുടെ ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ഇതാണ്: വിശുദ്ധ തൈലം കൊണ്ട് ബലിപീഠം അഭിഷേകം ചെയ്യുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുക. പുരോഹിതനായി എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ച് നിർത്തുകയും ചെയ്യുക. ഇവിടെ വ്യക്തമാകുന്നത് ഇതാണ്: ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വൈദികൻ അഭിഷിക്തനാകുന്നത്. അത് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മെത്രാൻ അവരുടെ കരങ്ങൾ തൈലം കൊണ്ട് പൂശുന്നത്. ഒപ്പം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുന്ന കാസയും പിലാസയും അവരെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്: മകനെ, നീ കൈകാര്യം ചെയ്യുന്നത് എന്താണെന്ന് എപ്പോഴും ഓർമ്മ വേണം. പരിശുദ്ധമായ ദൈവിക കാര്യങ്ങളാണ് നീ കൈകാര്യം ചെയ്യുന്നത്. നീയും പരിശുദ്ധനായിരിക്കുക. മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുക എന്നാണല്ലോ അതിൻ്റെ സാരം. അതെ, മുന്തിരിച്ചെടിയായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ ഒരു പുരോഹിതനും ഒരു ക്രിസ്തു ശിഷ്യനും ഫലം നൽകാൻ ആവില്ല. ആത്മീയ ഗുരുക്കന്മാർ ഇപ്രകാരം പറയുന്നു, പഠിപ്പിക്കുന്നു: അനുദിന പ്രാർത്ഥന, വചനധ്യാനം, യാമപ്രാർത്ഥന, കൗദാശിക ജീവിതം എന്നിവയിലൂടെയാണ് ഈ ധർമ്മങ്ങൾ യഥായോഗ്യം നിർവഹിക്കാനാകുക എന്ന്. സ്നേഹമുള്ളവരെ, ഞാൻ ഈ വേളയിൽ പോപ്പ് ഫ്രാൻസിസിൻ്റെ പൗരോഹിത്യ ദർശനത്തിൻ്റെ 5 ബന്ധങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുകയാണ്. ഒരുപക്ഷെ അത് നമ്മളിൽ പലർക്കും സുപരിചിതമായ ആ വചനങ്ങളാണ്. ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. ഒരു പുരോഹിതൻ ഈ 5 ബന്ധങ്ങളിലൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ ഈ 5 ബന്ധങ്ങളാണ് അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ ശ്രേഷ്ഠകരമാക്കി തീർക്കുന്നത് എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. 1, ക്രിസ്തുവുമായുള്ള ബന്ധം. 2, സഭയുമായുള്ള ബന്ധം. 3, മെത്രാനുമായുള്ള ബന്ധം. 4, വൈദിക സഹോദരരുമായുള്ള ബന്ധം. 5, ദൈവജനവുമായുള്ള ബന്ധം.
ഈ ബന്ധങ്ങളെല്ലാം വൈദികർ കാരുണ്യത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ശുശ്രൂഷകരാകാനുള്ള എളുപ്പമാർഗങ്ങളാണെന്ന് പാപ്പ പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും പാപ്പ പറയുന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ദൈവത്തോടൊപ്പം ആയിരിക്കുക, അവൻ്റെ മനസ്സറിയുക, വചനത്താൽ അഭിഷിക്തരാവുക, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുകയും ശുശ്രൂഷയിൽ വ്യാപരിക്കുകയും ചെയ്യുക. ഇതാണ് പാപ്പ അടിവരയിട്ട് ഊന്നി പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ ബന്ധമാണ് പത്രോസിനെയും ഇതര ശിഷ്യന്മാരെയും സാക്ഷ്യത്തിന് പ്രചോദനം ഏകിയത്. പത്രോസ് വിളിച്ചു പറഞ്ഞു, ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മുടന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. ഞങ്ങളുടെ സുഹൃതമല്ല, മറിച്ച് അവനാണ് ഈ മുടന്തനെ സുഖപ്പെടുത്തിയത്. ഇനി വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് ഇതാണ്: ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. അതെ, ക്രിസ്തുവിനെ നൽകുന്നവനാണ് പുരോഹിതൻ. ആരാണ് ഒരു പുരോഹിതൻ എന്ന് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ നൽകുന്നവനാണ് പുരോഹിതൻ. യേശു നടത്തിയ ആ കാൽകഴുകൽ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും വളരെ നമ്മുടെ മനോമുഖരങ്ങളിൽ എപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഈ കാൽകഴുകലിന് കൂടുതൽ ആഴമായ ആത്മീയമായ ഒരർത്ഥമുണ്ട് എന്നാണ് ദൈവശാസ്ത്രജ്ഞർ, ആത്മീയ ഗുരുക്കൾ പറയുന്നത്. ഒരുവൻ യേശുവിനാൽ കഴുകപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. പുരോഹിതൻ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാകുന്നതിനു മുൻപ് അവൻ ക്രിസ്തുവിൻ്റെ ഭാഗമായി മാറണം. അങ്ങനെ രാജത്വമെന്നാൽ സേവനമാണെന്ന്, മഹത്വമെന്നാൽ ശുശ്രൂഷയാണെന്ന്, അധികാരമെന്നാൽ എളിമയാണെന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പാഠം നാമും ഉൾക്കൊള്ളേണ്ടത് ഉണ്ട്. അതെ, ഉത്ഥിതനായ യേശുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടൽ, ഈ അനുഭവം, അതുമാത്രമാണ് യേശുവിനെ പ്രഘോഷിക്കാനും അവൻ്റെ ശുശ്രൂഷകരാകാനും നമ്മെ യോഗ്യരാക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, അങ്ങനെയെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഇത്രയേറെ ഔന്നത്യമാർന്ന ജീവിതം ഈ വെല്ലുവിളികൾ നിറഞ്ഞ ഇന്നിൻ്റെ ലോകത്ത് നയിക്കുക അത്ര എളുപ്പമല്ല, ഏറെ ദുഷ്കരമാണ്. നമ്മൾ എളുപ്പത്തിൽ പറയും ആൾട്ടർ ക്രിസ്തുസ്, അവൻ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കേണ്ടവനാണ്. പക്ഷേ അവൻ മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്തിലായിരുന്നു കൊണ്ടാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തായിരുന്നു ഇത്തരത്തിലുള്ള ഔന്നത്യമായ ഒരു ജീവിതം നയിക്കുക ഏറെ ദുഷ്കരമാണ്, എളുപ്പമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായം അനുദിനം പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും നാം ആർജിക്കേണ്ടതുണ്ട്. ഒപ്പം ദൈവജനമായ നമ്മൾ ഈ പുരോഹിതരായ ഇവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം. എന്തുകൊണ്ടാണ് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് സ്വയം ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടിയായിട്ട് പരിശുദ്ധ ബെനഡിക്റ്റ് 16 പാപ്പ പറയുന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്: ഒരു പുരോഹിതന് സ്വർഗത്തിൽ കയറി ചെല്ലുക അത്ര എളുപ്പമല്ലായിരിക്കാം, പക്ഷേ അവനെ കൂടാതെ ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ഓരോ വ്യക്തിയുടെയും ജനനം മുതൽ മരണം വരെ വ്യത്യസ്ത കൂദാശകളിലൂടെ, പ്രത്യേകിച്ച്
പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ പുനരാവിഷ്കരിക്കുന്നതിനും അവൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും മനുഷ്യരിലേക്ക് ഒഴുക്കുന്നതും സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ അനുദിനം അനുസ്മരിപ്പിക്കുന്നതും ഒരു പുരോഹിതനാണ്. എന്നാൽ അതേ സമയം തന്നെ അവൻ ബലഹീനനാണ്, കുറവുകളും കുറ്റങ്ങളും ഉള്ളവനാണ്. ഈ പൗരോഹിത്യമെന്ന നിധി സൂക്ഷിച്ചിരിക്കുന്നത് മൺപാത്രത്തിലാണ്. ഏത് നിമിഷവും അത് ഉടഞ്ഞു പോകാം. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് പാപ്പ അനുസ്മരിപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടി, അനുഭവിച്ച്, അവന് അനുരൂപരായി ജീവിച്ച്, തങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ സമഗ്ര വിമോചകനായ ക്രിസ്തുവിനെ നൽകുന്നവരായി, പ്രത്യാശയുടെ പ്രവാചകരായി, ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി തീർന്ന് എല്ലാവർക്കും അനുഗ്രഹമായി മാറാൻ എല്ലാ പുരോഹിതരെയും, പ്രത്യേകിച്ച് ഇന്ന് വൈദിക പട്ടം സ്വീകരിക്കുന്ന സഹോദരങ്ങളെയും ദൈവം കനിഞ്ഞ് ആശീർവദിക്കട്ടെ എന്ന് ഈ തിരുച്ചടങ്ങുകളിൽ സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.